പ്രണയിക്കുന്ന ഒരു പൊരുത്തം നോക്കരുത് എന്ന് താങ്കൾ പലപ്പോഴും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ പലപ്പോഴും ഇപ്പൊ ലവ് മാരേജ് ഒക്കെ ഉള്ള ഒരു ജനറേഷനിൽ വീട്ടിലെല്ലാരും പൊരുത്തം നോക്കണം എന്ന് പറയും, പിള്ളേരെ സമ്മതിക്കില്ല. ആ ഒരു സംഭവം ഞാൻ അത് ചോദിക്കാൻ കാരണം, ഇതുപോലെ സൂര്യ ടിവിയിൽ ഒരു പെൺകുട്ടി അയച്ചൊരു കത്താണ്. അന്ന് ഭയങ്കര വൈറലായിരുന്നു അത്. ഒരു പയ്യൻ പ്രണയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തയച്ചിട്ട് താങ്കൾ അതിന്റെ ഒരു മറുപടി കൊടുത്തിരുന്നു. പ്രണയിച്ചിട്ട് പൊരുത്തം നോക്കരുത് എന്ന് ഞാൻ പറയുന്നാലും ജ്യോതിഷത്തിൽ അങ്ങനെ കുറെ പദ്യങ്ങളുണ്ട്. യസ്യാം മനസമാസക്തം താമേവ വിവഹേൽ ബുധ സർവാനുഗുണ ഭാഗേബി മനോനുഗുണതാധിക എന്നൊക്കെ പറഞ്ഞ പദ്യമുണ്ട്. ദാമ്പത്യശ അന്യോന്യമാസക്തി ശുഭത വിശേഷത പ്രോക്ത പാണിഗ്രഹണം നീണം അത്യർത്ഥം ചിന്തനീയം സ്യ എന്നൊക്കെ പറഞ്ഞൊരു പദ്യമുണ്ട്. പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഈ പെൺകുട്ടികളാണ് ഭയങ്കര ആത്മാർത്ഥ പ്രണയമുള്ളവർ. ഇവർ ഭയങ്കര സിൻസിയറായിട്ട് പ്രണയിക്കും. ആൺകുട്ടികൾക്ക് അത്ര ഇല്ലെന്നല്ല, വളരെ റെയറായിട്ടാണ് മറ്റേ സംഭവങ്ങളിൽ ഒരു ഇത് പെൺകുട്ടി ആൺകുട്ടി തമ്മിലുള്ളൊരു വിവേചനം വരുന്നത്. ഞാൻ പലപ്പോഴും ഈ പെൺകുട്ടികളാണ് വിളിച്ചിട്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നെ കാണാൻ വന്നിട്ട് ആ കുട്ടി പറയാണ്, എൻ്റെ ആ പയ്യൻ ഇപ്പോൾ പൊരുത്തം നോക്കിയിട്ട് വീട്ടുകാർ സമ്മതിക്കുന്നില്ല, വലിയ പ്രശ്നമാണ്, അപ്പോൾ അവന് അങ്ങനെ വിഷമം, ഞാൻ മാറണം എന്ന് അവൻ എന്നോട് പറയുന്നുമില്ല, പക്ഷേ അവന് ഭയങ്കര മെൻ്റൽ സ്ട്രെസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ അമ്മയും വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു, മോള് അമ്മയെ കൺവിൻസ് ചെയ്തോ? എൻ്റെ അമ്മയെ ഞാൻ കൺവിൻസ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഒരു പെൺകുട്ടിയായ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ കൺവിൻസ് ചെയ്യാൻ പറ്റും എങ്കിൽ ഒരു ആൺകുട്ടിയായ അവന് എന്തുകൊണ്ടാണ് ഒരു അമ്മയെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്തത്? എന്നിട്ട് ഞാൻ ചോദിച്ചു, പ്രേമിക്കുന്നതിന് മുമ്പേ ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊക്കെ തരൂ, ഒന്ന് പ്രേമിക്കാം എന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതില്ല. പ്രേമിക്കുന്നതിന് മുമ്പ് പറഞ്ഞോ പൊരുത്തം നോക്കിയെങ്കിലേ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞോ? അതും പറഞ്ഞില്ല. പിന്നെ കല്യാണം നടത്താൻ വരുമ്പോൾ മാത്രം എവിടുന്നാണ് ഈ പൊരുത്തം വരുന്നത്? അത് ഈ പെൺകുട്ടികളാണ് കൂടുതൽ ചിന്തിക്കേണ്ടത്. അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഒരു പയ്യൻ എനിക്കൊരു കത്തയക്കുന്നു, ഇന്ത്യക്ക് പുറത്തു നിന്നാണ്. അയാൾ എഴുതിയിട്ടുള്ളത്, ചേട്ടാ പിന്നെ എനിക്കൊരു പെൺകുട്ടിയുമായി ഇഷ്ടമായിരുന്നു, ഇപ്പോൾ അവൻ ഖത്തറിലാണ്, എനിക്കൊന്നുമില്ലാത്ത സമയത്ത് അവളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കത്തയച്ചു. എന്നിട്ട് ഇപ്പോൾ ചേട്ടാ വീട്ടിൽ പോയി നോക്കിയപ്പം പൊരുത്തമില്ലെന്ന് പറയുന്നു, പക്ഷേ അവൾ അതിലങ്ങോട്ട് കൺവിൻസ്ഡ് ആവുന്നില്ല. അപ്പോൾ ചേട്ടനൊന്ന് നോക്കിയിട്ട് പൊരുത്തമില്ലെന്നുള്ള കാര്യം ഒന്ന് അവളോട് പറഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇവന് തേക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ അതിലൂടെ തന്നെ മറുപടി കൊടുത്തു, എൻ്റെ കുഞ്ഞെ എൻ്റെ പേര് വെച്ച് നീ തേക്കണ്ട, എൻ്റെ പേര് നമ്മളെന്തിനാണ് എടുക്കുന്നത് അല്ലേ, നമ്മളെന്തിനാണ് ഈ ബാധ്യത എടുക്കുന്നത്? എൻ്റെ പേര് പറഞ്ഞ് നീ ആ കുട്ടീനെ തേക്കണ്ട, നിനക്കതിനെ വേണ്ടെന്നുണ്ടെങ്കിൽ നീ വേണ്ടാന്ന് വെച്ചോളൂ, പക്ഷെ നീ കാണിക്കുന്നത് ഒരു മര്യാദകേടുണ്ട്. നീ എഴുതിയ ഓരോ വാചകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൽ പറയുന്നുണ്ട്, എനിക്കൊന്നുമില്ലാതിരുന്ന സമയത്ത് അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്, ഇപ്പം അവൻ എന്തൊക്കെയോ ഉണ്ട് എന്ന് അവൻ അതിലൂടെ പറയാതെ പറയുന്നുണ്ട്, ഇപ്പം അവൻ ഖത്തറിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവന് പൈസയൊക്കെ ആയപ്പോൾ പ്രതാപമൊക്കെ ആയപ്പോൾ അവന് അതിനെ ഉപേക്ഷിക്കാൻ നോക്കുമ്പോൾ, ഇപ്പം ഞാനെന്നല്ല പലരും ഇങ്ങനെ ആസ്ട്രോളജേഴ്സിൻ്റെ പേര് വന്ന് പറയാറുണ്ട്, ജ്യോത്സ്യം നോക്കിയിട്ട് കല്യാണം. ഇത് ഈ ഞാൻ പറഞ്ഞത് ഈ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ മാത്രം എവിടെയാണ് ഈ പ്രണയവും പൊരുത്തവും ഒക്കെ വരുന്നത്? പലപ്പോഴും പെൺകുട്ടികൾക്ക് പറ്റുന്ന വലിയൊരു അബദ്ധമാണിത്. ഒരു കുട്ടി ഒരു ദിവസം, ഇപ്പം സോനയ്ക്കൊക്കെ എവിടെയെങ്കിലും പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, ഒരു കുട്ടി +2 നിന്ന് കഴിഞ്ഞ ഒരു കുട്ടിയാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഓർത്തോണം. ഈ കുട്ടി ഇതിൻ്റെ ഈ ഭാഗത്ത് മാറിടത്തിൽ ഈ പ്രേമിച്ച പയ്യൻ്റെ പേര് പച്ച കുത്തി വെച്ചു. അന്ന് ഈ പച്ച കുത്തൽ മായ്ക്കാൻ പറ്റുന്ന കാലമല്ല. ഇവൻ ഈ കുട്ടിയെ കളഞ്ഞിട്ട് പോയി. ഈ കുട്ടിക്ക് ഇത് മായ്ക്കാൻ പറ്റണ്ടേ? അപ്പം ഈ പെൺകുട്ടികളുടെ പ്രശ്നമാണ്. ഇതൊരു ഈ ഒരു സമൂഹത്തിൽ അവർ ഭയങ്കര സിൻസിയറായിട്ട് പ്രേമിക്കും. അപ്പോൾ അന്ന് ആ കത്ത് ഭയങ്കരമായിട്ട് വൈറലാവുകയും പിന്നീട് ഏറ്റവും അതിനകത്തൊരു ട്വിസ്റ്റ്, സൂര്യ ടി വിയിൽ സംഭവിച്ചൊരു ട്വിസ്റ്റാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ആ കുട്ടി നമുക്ക് കത്തയച്ചു. അന്ന് നമ്മുടെ ഈ വാട്സപ്പ് അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു അങ്ങനെ സജീവമായിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ആ കുട്ടി കത്തയച്ചു. അന്ന് കത്തുകൾ ധാരാളം വരും. പലരും പറയും കത്തയക്കത്തില്ല, പക്ഷേ സൂര്യ ടി വിയിലുള്ളവർക്കറിയാം വലിയ ചാക്കുകളിലൊക്കെ ഞങ്ങൾ കത്ത് കൊണ്ടുവയ്ക്കും, അത്രയ്ക്ക് കത്ത് വരുമായിരുന്നു. അപ്പോൾ ആ കത്ത് ആ കുട്ടി എഴുതിയത്, ചേട്ടൻ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ട്. എൻ്റെ ഞങ്ങൾ വളരെ ദരിദ്ര കുടുംബമാണ്, വളരെ സാമ്പത്തികമായി താഴ്ന്ന കുടുംബമാണ്, ഇവനും അങ്ങനെയായിരുന്നു. അപ്പോൾ അന്ന് ഇവന് പോകേണ്ടി വന്നപ്പോൾ എൻ്റെ കഴുത്തിൽ എൻ്റെ അമ്മ കൂലിപ്പണി എടുത്ത് കഷ്ടപ്പെട്ട് തന്നിരുന്ന ഒരു മാല എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. ഞാൻ അതെടുത്ത് പണയം വെച്ചോ വിറ്റോ എന്തോ ആണ് അവനെ ഗൾഫിലേക്ക് അയച്ചത്. ഇപ്പോൾ അവൻ അവിടെ ചെന്നു, അവനിപ്പോൾ പൈസയായി, അവൻ വീട് വെച്ചു. അവൻ ആ മാലയൊന്നും എനിക്ക് തിരിച്ചെടുത്ത് തന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവൻ പറയുന്നു അവൻ്റെ അമ്മ പോയി നോക്കുമ്പോൾ അവൻ മരിച്ചു പോകും എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് അവൻ ചേട്ടൻ ഈ കത്ത് അയച്ചത് എന്ന് പറഞ്ഞിട്ട് എഴുതി. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പം മരിച്ചു പോകും, ഇപ്പം ഒരാളെ കല്യാണം കഴിച്ചാൽ മറ്റൊരാൾ മരിച്ചു പോകും എന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മരിച്ചു പോകുമെന്ന് പറയുന്നവന് ജാതകമൊന്നുമില്ലേ? അവനൊരു ജാതകവും അവനൊരു ആയുസ് ഉണ്ടാവില്ലേ? ജ്യോതിഷത്തിൽ അവനൊരു ആയുഷ്കാലം ഉണ്ടാകും. ഈ കുട്ടീനെ കല്യാണം കഴിച്ചാൽ അവൻ മരിക്കുമെന്ന് പറഞ്ഞാൽ അവന്റെ ജാതകം തെറ്റണ്ടേ? അപ്പൊ ഇത് പെൺകുട്ടികളെ ഉപേക്ഷിക്കാൻ വേണ്ടി ഇതിനെ ഉപയോഗിക്കുന്നത് തെറ്റാണ്. ജ്യോതിഷത്തിൽ പറയുന്നത്, നിങ്ങൾ പ്രണയിച്ചു എങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുക, അല്ല പ്രണയിച്ചിട്ട് തേക്കാൻ വേണ്ടി നിങ്ങൾ പൊരുത്തം നോക്കാൻ വരാതിരിക്കുക. അതാണ് ഞാൻ ആ കത്തിലൂടെ പറഞ്ഞത്. ഹരിച്ചേട്ടൻ്റെ തഗ് മറുപടികളുടെ ആരാധകനാണ്. പലപ്പോഴും മറ്റേതാ ഇഷ്ടം, അത് പറഞ്ഞു വന്നു കാര്യം.
ഹരിചേട്ടനെ പലപ്പോഴും ജ്യോതിഷം ഒരു ഫൗണ്ടേഷൻ ആക്കിയിട്ട് വളരെ റാഷണൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കുന്നത്, ലോജിക്കലായിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ആൾക്കാർക്ക് ജ്യോതിഷത്തിലുള്ള വിശ്വാസം കൂട്ടാൻ സഹായിച്ചിട്ടുണ്ട്. സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മൂവ് ഇതിന് കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്, കല്യാണം പല രീതിയിൽ നടത്തുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ കാലത്ത്. ഇപ്പോൾ അത് മതപരമായിട്ടാണെങ്കിലും സ്പിരിച്വൽ ആയിട്ടാണെങ്കിലും ഒരു കാഷ്വൽ ആയിട്ടാണെങ്കിലും ഒക്കെ കല്യാണം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കല്യാണം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരാണ്, പബ്ലിക് എൻ്റർടൈനേഴ്സാണ്. പക്ഷെ അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ആൾക്കാർ വേറെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഒരു കല്യാണം എന്താ പറയുന്ന ഒരു രസമായിട്ട് ഫണ്ണാക്കി മാത്രം മാറ്റി നടത്തുന്ന ആൾക്കാരാണ്, ആചാരപ്രകാരം അല്ലാതെ. അപ്പോൾ ആചാരപ്രകാരവും നടത്താം, അല്ലാതെ നടത്താം. അപ്പോൾ ഇതിലെന്താണ് ആക്ച്വലി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രണ്ടും ഒന്ന് തന്നെയാണോ? അതോ ആചാരപ്രകാരം മാത്രമേ നടത്താവുള്ളൂ? ഈ ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്ന് മുഹൂർത്തം എടുത്തിട്ട് 1 മണിക്കൂർ മുഹൂർത്തം വേണം. അത് റീൽസ് എടുക്കാനാണ്. റീൽസ് സീരിയസ്ലി പറയാണ്, റീൽസ് എടുക്കാൻ വരെ. അപ്പൊ കല്യാണം എന്ന് പറയുന്ന ഒരു റീൽസ് എടുക്കൽ പ്രക്രിയയായിട്ട് എന്നുവെച്ചാൽ ഇവർക്ക് ഇതെങ്ങനെയല്ല ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് മാക്സിമം ലൈക്ക് എൻ്റെ കല്യാണത്തിൽ കൂട്ടണം എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ആ പണ്ട് മുതലേ ആളുകൾ ഇതൊരു പവിത്രമായ ചടങ്ങായിട്ടും നമ്മുടെ ജീവിതത്തിൽ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആകെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് പാർട്ട്ണറെ മാത്രമേ ഉള്ളൂ, ലൈഫ് പാർട്ട്ണറെ. അച്ഛനെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, അമ്മയെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, പിന്നെ മക്കളെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, അവരെ ആ സഹോദരങ്ങളെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. ആകെ ഒരു ലൈഫ് പാർട്ട്ണർ എന്നുള്ള നിലയിൽ നമുക്ക് അത് നമ്മൾ വളരെ വയസ്സായിട്ട് തിരഞ്ഞെടുക്കുകയും വളരെ ട്രഡീഷണലായിട്ട് കല്യാണം നടക്കുകയും ചെയ്യും. പ്രത്യേകം എനിക്ക് തോന്നുന്നു ഈ ഹൈന്ദവ വിശ്വാസികളാണ് ഈ ആചാരങ്ങളിൽ ഒരു കൃത്യതയില്ലാതെ വരുന്നത്. കാരണം മറ്റുള്ളവരെ എന്ന് വെച്ചാൽ അവർ ചെറുതിലെ മുതലേ പഠിക്കുന്നുണ്ട്, അവരുടെ മതഗ്രന്ഥങ്ങൾ അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനുവേണ്ടി അവർ ഒരു സമയം ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്. ക്രിസ്തുമത വിശ്വാസികളാണെങ്കിൽ അങ്ങനെ. ഈ ഹൈന്ദവ വിശ്വാസികൾ ശരിക്കും പറഞ്ഞാൽ സന്ധ്യാനാമം പോലും പല വീടുകളിലും ജപിക്കാറ്. എൻ്റെ വീട്ടിൽ ചെയ്യാറുണ്ട്, എൻ്റെ കുട്ടികളെ കൊണ്ട് ഞാൻ നിർബന്ധിച്ച് അത് ചെയ്യാറുണ്ട്. പക്ഷേ പല വീടുകൾ, അപ്പോൾ അതുകൊണ്ട് ഈ ആചാരങ്ങൾ എന്തുമാർക്കും പറഞ്ഞു കൊടുക്കുന്നത് പോലെ ചെയ്യാം. ഞാൻ കോഴിക്കോട് ഒരു കല്യാണത്തിന് പോയപ്പോൾ ആ കല്യാണത്തിന് മനോഹരമായി അലങ്കരിച്ച ഒരു മണ്ഡപം, ചുറ്റും നിലവിളക്കുകളൊക്കെ വെച്ചിട്ട് മനോഹരമായിട്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി ദുബൈയിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്. അപ്പോൾ ഈ കുട്ടി കല്യാണം കഴിഞ്ഞു, കന്യാദാനം നിർവഹിച്ചു. എന്നിട്ട് പെൺകുട്ടിയുടെ ഇടത് കൈയിൽ ഒരു താളത്തിൽ പുടവയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പുള്ളി ഇങ്ങനെ പിന്നെ ഇതിന് പ്രദക്ഷിണം വെച്ചു. അപ്പോൾ ആദ്യത്തെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഈ സാരിയുടെ തുമ്പൊന്നാടിയാൽ ഈ നിലവിളക്കിൽ തട്ടി തീ പടരും. അപ്പോൾ ഈ കുട്ടി വളരെ ശ്രദ്ധിച്ച്, ഈ സർക്കസുകാരൊക്കെ മറ്റേ കയറിൽ പോകുന്ന പോലെ ഭയങ്കര ശ്രദ്ധിച്ചിങ്ങനെ ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കി. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഈ കല്യാണം കഴിച്ച പയ്യൻ്റെ പെങ്ങൾ അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ സാരിയുടെ തുമ്പെടുത്തിട്ട് ആ കയ്യിൽ ആദ്യത്തെ പ്രദക്ഷിണം കഴിഞ്ഞപ്പോൾ കയ്യിലൊന്ന് ചുറ്റിക്കൊടുത്തിട്ട് പിന്നെ 2 പ്രദക്ഷിണം ആ കുട്ടി നിസ്സാരമായിട്ട് പൂർത്തിയാക്കി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കൊച്ചി വരേണ്ടതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നു. അപ്പോൾ ചെറിയ മഴ ചാറുന്നുണ്ട്, ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു ഒരു ഗ്ലാസ് ഡോറിൻ്റെ അവിടെ. അപ്പോൾ തൊട്ടപ്പുറത്ത് കുറേ പ്രായമുള്ളവർ സംസാരിക്കുകയാണ്. അതിലൊരാൾ പറയുകയാണ്, എൻ്റെ മകളുടെ കല്യാണത്തിന് ആ സാരി കൈ ചുറ്റുന്ന കാര്യം ചെയ്തിരുന്നില്ല എന്ന്. അപ്പോൾ പ്രായമുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കുക, അത് അത്യാവശ്യമായിട്ട് ചെയ്യണം. ഉടുത്ത സാരി ഉടുക്കാൻ പോകുന്ന സാരി തമ്മിൽ സ്പർശനമുണ്ടായാലേ ദാമ്പത്യ ജീവിതം തന്നെയാവുള്ളൂ. എന്തിനു ചുറ്റിയതാണോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നവർക്കറിയാം, ദൂരെ ഇരുന്നവർക്ക് ഇത് മനസ്സിലായിട്ടില്ല. അടുത്ത കല്യാണത്തിന് ഇത് കേട്ട് 2 പേർ പോയിട്ട് അവതരിപ്പിക്കും, ഇതാണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ദാമ്പത്യ ജീവിതം തന്നെയാണെങ്കിൽ ആദ്യത്തെ പ്രദക്ഷിണം കഴിഞ്ഞ് വരുമ്പോൾ സാരി എടുത്ത് കൈ ചുറ്റണമെന്ന് പറഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ ഇതൊരു ആചാരമായി മാറും. ട്രഡീഷണലായിട്ട് പണ്ട് കല്യാണങ്ങൾ നടത്താറുണ്ട്. ഒന്നത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ഈ കല്യാണ വീട്ടിൽ പോയാൽ 100 പേര് അഭിപ്രായങ്ങൾ പറയും, ഒരാൾ ട്രഡീഷണലായിട്ട് പറയും. ഞാൻ ഓർക്കുന്നത് ഈ പഴയ ട്രഡീഷണലായിട്ടുള്ള ഒരു കല്യാണ രീതികൾ പറഞ്ഞു കൊടുക്കാനോ പഠിപ്പിക്കാനോ ആളുകളില്ല. അത് നമ്മുടെ ആചാരങ്ങൾ കുഞ്ഞിലെ മുതലേ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ബാക്കി എന്ത് ചടങ്ങിൽ എന്തും ചെയ്തു. പക്ഷെ കല്യാണത്തെ നിങ്ങളൊരു പവിത്രമായ ചടങ്ങായി കണ്ട് അവിടെ ഇത്തരമുള്ള അനാവശ്യമായിട്ടുള്ള പരിപാടികൾ മാറ്റിയിട്ട് അത് ആ ഒരു പർട്ടിക്കുലർ ടൈം നിങ്ങൾ ബാക്കി റീൽസും ഒക്കെ മാറ്റി വെച്ചിട്ട് ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഹരിജി, കുറേ നാളത്തെ ഒരു ഡൗട്ടാണ്. ആരെങ്കിലും ഇത് ഏതെങ്കിലും പ്രോഗ്രാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. പല ജ്യോത്സ്യന്മാരെ നമ്മൾ കാണുമ്പോഴും ജാതകങ്ങൾ എഴുതിക്കുമല്ലോ. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന കാര്യം, ആയുസിനെ കുറിച്ച് പറയുമ്പം ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞ 87 വയസ്സ് വരെ, 88 വയസ്സ് വരെ, അങ്ങനെയൊക്കെ അങ്ങനെയാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷേ എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വലിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്, വലിയൊരു ട്രെയിൻ ആക്സിഡൻറ്റോ ഒരു പ്ലെയിനിലോ ഒക്കെ ആക്സിഡൻറ്റുകൾ സംഭവിക്കുമ്പോൾ ഇത്രയും ആൾക്കാർ കയറുകയല്ലേ. അപ്പോൾ ഇവരുടെ എല്ലാം ജാതകങ്ങൾ സെയിം ആയിരിക്കും, അതായത് അന്ന് ആ സ്പോട്ടിൽ അവർ മരിക്കും എന്നുള്ളത് ഭയങ്കര കുഴയ്ക്കുന്ന ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു പ്രവചനം അല്ല. ജ്യോതിഷം എന്ന് പറയുന്നത് സൂചനകളാണ്.
മുൻകരുതലുകൾ എടുത്താൽ മാറ്റപ്പെടാൻ കഴിയുന്ന സൂചനകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ വിമാനാപകടത്തിൽ മുൻകരുതൽ എടുത്താൽ മാറ്റാൻ പറ്റത്തില്ല, കാരണം മേലെ ചെയ്ത് അപകടം പറ്റിയാൽ പോയതാണ്. പക്ഷേ ഈ മരണം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ ഈ 120 വയസ്സ് പരമായുസ് എന്ന നിലയിലാണ് അതിൽ എഴുതപ്പെട്ട് വെച്ചിട്ടുള്ളത്. അതൊരു ശരിക്കും പറഞ്ഞാൽ പല ടൈം എഴുതിയിട്ടുണ്ട്. ഓരോ ദശാസന്ധികളിലും ഈ സമയത്ത് നിങ്ങൾക്ക് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഈശ്വരഗത്യ തൽസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഇത്ര വയസ്സ് വരെ എന്നുള്ള നിലയിൽ എഴുതിയിട്ടുണ്ട്. ശരിക്കും ഇത് പല ജ്യോത്സ്യന്മാരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതൊരു പ്രവചനമാണെന്ന് കരുതുമ്പോഴാണ് ആ പ്രശ്നം വരും. ഇപ്പം ഞാനിത് പറഞ്ഞു തീരുന്നത് വരെ ഇവിടെ ഇരിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്നെ അത്ര വലിയ ഉറപ്പില്ല. പലപ്പോഴും ഈ ജ്യോതിഷത്തിലൊരു പ്രശ്നം, ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ വിവർത്തനം ചെയ്തിട്ട് അത് പലതരത്തിൽ പലരും അവതരിപ്പിക്കാറുണ്ട്. അതൊരു ജ്യോതിഷത്തിൻ്റെ ഒരു പ്രശ്നമല്ല ആ രീതിയിൽ അവതരിപ്പിക്കുന്നത്. ഈ ആയുസ്സിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. ഓരോ ആളുകൾ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതും. ഇതൊരു ആയുസ് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഞാൻ പണ്ട് ആലോചിക്കായിരുന്നു, ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഈ ആയുസൊക്കെ കറക്റ്റായിട്ട് പ്രവചിക്കാൻ പറ്റും. എൻ്റെ അമ്മാവനോ ആരോ ഒരാൾ 65-ാമത്തെ വയസ്സിൽ മരിക്കുമെന്ന് പറഞ്ഞു. 65-ാമത്തെ വയസ്സിൽ മരിച്ചു. 65-ാമത്തെ വയസ്സ് വെച്ചാൽ പർട്ടിക്കുലർ ബർത്ത്ഡേക്കല്ല, ആ ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞു. വലിയ വിശ്വാസിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം പിന്നീട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ 65 വയസ്സിൽ മരിച്ചു പോകും എന്ന് എഴുതിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ഒരു 64 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ഇദ്ദേഹം വളരെ വലിയ ആശങ്കയിലായി, ഭയങ്കര ടെൻഷനായിട്ട് ഇദ്ദേഹം കുടിക്കാൻ തുടങ്ങി, പിന്നെ മദ്യപാനിയായി, അദ്ദേഹത്തിന് പ്രശ്നമായി, ലിവർ പോയി മരിച്ചു. അപ്പോൾ 2 രീതിയിലെടുക്കാം, 65 വയസ്സ് മരിക്കുമെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? എന്തിനാണ് നമ്മൾ നമ്മുടെ മരണം അറിയാൻ പോകുന്നത് എനിക്ക് മനസ്സിലായില്ല. നമ്മളുള്ള കാലത്ത് സന്തോഷം വെറുതെ പോയിട്ട് ഈ നെഗറ്റീവുകൾ കേൾക്കാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ. മരണം അറിഞ്ഞിട്ട് നമുക്ക് എന്ത് സാധിക്കാനാണ്? നമ്മൾ ജീവിക്കുന്ന കാലത്ത് അങ്ങനെ ജീവിക്കും. അപ്പോൾ ശരിയും വിമാനാപകടം, ഇപ്പോൾ ഭൂകമ്പം ഉണ്ടായി മ്യാൻമറിൽ, ഞാൻ ഇന്ന് രാവിലെ കാണുന്ന 1000 പേരോളം മരിച്ചു എന്നുള്ളതാണ്. അതിൽ എല്ലാവരുടെയും ആയുസ് ചിലപ്പോൾ ജാതകത്തിൽ നോക്കിയാൽ പല ആയുസായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ 120 വയസ്സ് പരമായുസ്. പിന്നെ ഇന്നത്തെ കാലത്ത് ആലോചിച്ച് നോക്കൂ, ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ആളുകൾ, നമ്മൾ ഇന്ന് ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയ എടുത്താൽ 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ പെട്ടെന്ന് അറ്റാക്ക് വന്നിട്ട് മരിക്കുകയാണ്. നമ്മളൊരു പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, പണ്ട് കാണുന്ന എങ്ങനെ പ്രായമുള്ള ആളുകളുടെ മരണമായിരുന്നുവെങ്കിൽ ഇന്ന്. അപ്പോൾ ഇത് കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം കൂടാണ്. നമ്മളുടെ ആഹാര രീതികളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്, നമ്മളുടെ ജീവിതചര്യകളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് വ്യായാമങ്ങൾ ഇല്ല. അപ്പോൾ നമ്മൾ ആ 120 വയസ്സ് പരമായുസ് എന്ന് പറഞ്ഞിട്ട് ഇന്നും അതേപോലെ ജ്യോതിഷത്തെ ഗണിക്കുന്നതിൽ ഒരു ശരിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ആചാര്യന്മാർ ഒരേ പുസ്തകങ്ങൾ വായിക്കുന്നവരായിരിക്കും, ഗ്രന്ഥങ്ങൾ വായിക്കുന്നവരായിരിക്കും, ശ്ലോകങ്ങൾ പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഒരേ സംഭവം വായിക്കുമ്പോഴും നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ വേറെ വേറെ അർത്ഥങ്ങൾ വരുന്നു? ഇതിലൊരു ഇന്റർപ്രിട്ടേഷന്റെ പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ പറയട്ടെ, ഒരാൾ അയാളുടെ താല്പര്യത്തിനനുസരിച്ച് പറയാൻ ശ്രമിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് പകുതി വരെ പറഞ്ഞു നിർത്തുക എന്നുള്ള കാര്യമുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങ് കേട്ടിട്ടുള്ളതായിരിക്കും, ഈ കാൽദോഷം എന്ന് പറഞ്ഞിട്ടൊരു ദോഷം ജ്യോതിഷത്തിൽ പറയാറുണ്ട്. ചില നക്ഷത്രങ്ങളിൽ ജനിച്ചാൽ കാൽദോഷമുണ്ട്. അത്തത്തിനുണ്ട്, പൂയത്തിന് പറയുന്നുണ്ട്, പൂരാടത്തിന് പറയുന്നുണ്ട്. അത്തേ പിതാ മാതുല തസ്യ മാതാ പൂരാട മാതാ പിതൃമാതുലൻ താൻ പുഷ്യേ സ്വയം മാതൃപിതുച്ഛ മാതുലാൻ ഇത്യേവ ദോഷ ഭവന്തി എന്നൊരു പദ്യമുണ്ട്. അത്തേ പിത, അത്തത്തിന്റെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചാൽ പിതാവിന് ശ്രദ്ധിക്കണം. അത്തേ പിത, രണ്ടാമത്തെ 15 നാഴികയിൽ അമ്മാവൻ, മൂന്നാമത്തെ 15 അത്തേ പിതാ മാതുല, മൂന്നാമത്തെ 15 നാഴികയിൽ കുഞ്ഞ് തന്നെ, നാലാമത്തെ 15 നാഴികയിൽ അമ്മ. പൂരാടം ആദ്യത്തെ 15 നാഴിക മാതാവ്, രണ്ടാമത്തെ 15 നാഴിക പിതാവ്, പൂരാട മാതാ പിതൃ, മൂന്നാമത്തെ 15 നാഴികയിൽ അമ്മാവൻ, നാലാമത്തെ 15 നാഴികയിൽ കുഞ്ഞ്. പൂയ നക്ഷത്രത്തിൽ അതുപോലെ തന്നെ അത്തേ പിതാ മാതുല തസ്യ പൂരാട മാതാ പിതൃ പുഷ്യേ സ്വയം ആദ്യത്തെ 15 നാഴികയിൽ കുഞ്ഞ്, രണ്ടാമത്തെ പുഷ്യേ സ്വയം രണ്ടാമത്തെ 15 നാഴികയിൽ അമ്മ, മൂന്നാമത്തെ 15 നാഴികയിൽ അച്ഛൻ, നാലാമത്തെ 15 നാഴികയിൽ അമ്മാവൻ. ഞങ്ങളുടെ സൂര്യ TV-യിൽ തന്നെ ഒരു കോള് വന്നാണ്. ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ വലിയ വിഷമത്തോടാണ് വിളിക്കുന്നത്, ചേട്ടാ എന്തെങ്കിലും പറയില്ലേ, ഞാൻ പറയണം, ഞാനില്ലെങ്കിൽ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് മോനെ? അത് ചേട്ടാ എനിക്ക് എൻ്റെ പെങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു, പിന്നെ പൂയ നക്ഷത്രത്തിലാണ്, 4ാമത്തെ പാദമാണ്, അമ്മാവന് ദോഷമാണ്, നാശം പിടിച്ചോൻ കാരണം എൻ്റെ ജീവിതം പോവുമോ എന്ന് പറഞ്ഞപ്പോൾ അവനത് വിശ്വസിക്കുന്നതാണ്. ചിലപ്പോൾ ഇവനൊരു ലഹരിക്കടിമയായിട്ടുള്ള ഒരാളാണെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഇന്നത്തെ സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് എന്താ? ഇവൻ ഈ കുഞ്ഞിനെ ചിലപ്പോൾ ഇല്ലാതാക്കി കളയും. കാരണം കുഞ്ഞില്ലാതായെങ്കിലേ അവന് ജീവിതത്തിൽ രക്ഷയുള്ളൂ എന്നവൻ ചിന്തിച്ചിട്ട് അത് ചെയ്യും. അപ്പോൾ ഇതിൽ പ്രശ്നം എവിടെയെന്ന് മനസ്സിലായി? അവിടെ വരെ ശരിയാണ്. അത്തേ പിതാ മാതുല തസ്യ മാതാ പൂരാട മാതാ പിതൃമാതുലൻ താൻ പുഷ്യേ സ്വയം മാതൃപിതിച്ച മാതുല ഇത്യേവ ദോഷ ഭവന്തി എന്നുള്ളത് ശരിയാണ്. ഇത് കഴിഞ്ഞൊരു പദ്യമുണ്ട്, ഇതിന് തൊട്ട് ചേർന്നൊരു പദ്യമുണ്ട്. എന്താ അറിയോ? അത്തവും കുജവാരം ജ സപ്തമീ വനിതാദിയും പൂരാടം മന്ദനും റിക്ത ചാപരാശികളും ക്രമാൽ പൂയവും ബുധവാരം ച പ്രതിപദം കർക്കിരാശിയും ഇവ യോജിപ്പു കാൽദോഷം അല്ലായെങ്കിൽ പഴുതുപാദമാം. അത്തം നക്ഷത്രമായിരിക്കണം, ചൊവ്വാഴ്ച ദിവസമായിരിക്കണം, സപ്തമി തിഥി ആയിരിക്കണം, കന്നിരാശി ലഗ്നം കൂടി വന്നെങ്കിലേ ദോഷമുള്ളൂ. ഇത്രയും കൂടെ ചേർന്നൊരു കുഞ്ഞ് ജനിക്കത്തില്ല. പ്രശ്നം ആരുടെയാണ്?
ജ്യോതിഷത്തിൻ്റെ പ്രശ്നമല്ല. ഇത് പകുതി വരെ ഒന്നുകിൽ അവിടെ വരെ പഠിക്കുകയോ അല്ലെങ്കിൽ അവിടെ വരെ പറഞ്ഞിട്ട് ഇതിനൊരു പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞ് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയോ ചെയ്യുന്ന ആളുകളുടെ പ്രശ്നമാണ്. അത്തവും കുജവാരഞ്ച സപ്തമി വനിതാദിയും പൂരാടം മന്ദനും റിക്ത ചാപരാശികലങ്കർമാൽ. പൂരാട നക്ഷത്രമായിരിക്കണം, ശനിയാഴ്ച ദിവസമായിരിക്കണം, ചതുർത്ഥിയോ നവമിയോ ചതുർദശിയോ തിഥിയായിരിക്കണം, ധനുരാശി ലഗ്നവും വരണം. എങ്കിലേ പൂരാട നക്ഷത്രത്തിന് ആ ദോഷമുള്ളൂ. പുഷ്യേ പൂയവും ബുധവാരം ച പ്രതിപദം കർക്കിരാശിയും. പൂയ നക്ഷത്രമായിരിക്കണം, ബുധനാഴ്ച ദിവസമായിരിക്കണം, പ്രതിപദം തിഥിയായിരിക്കണം, കർക്കടക രാശി ലഗ്നവും വരണം. ഇവ യോജിപ്പ് കാൽദോഷം. ഇത്രയും കാര്യങ്ങളും കൂടെ ഒന്നിച്ച് വന്നെങ്കിലേ ഈ ദോഷമുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് ഇത് എങ്ങനെ പടലിൽ പറഞ്ഞു കൊടുക്കാം? അതുകൊണ്ട് ഈ ആചാര്യന്മാർ ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, വസുപഞ്ചകത്തിൽ മരിച്ചാൽ 5 പേർ മരിക്കും. ജ്യോതിഷത്തിലും ഒരു ഗ്രന്ഥത്തിലും അങ്ങനെ ഇല്ല. ഇതിപ്പോൾ എത്രയോ ലക്ഷം ആളുകൾ കാണുന്ന ഒരു ചാനലിലെ വീഡിയോ ആണ്. ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനൊരു സാധനം, അങ്ങനൊരു ഗ്രന്ഥമില്ല. ഞാനിതെല്ലാം വായിക്കുന്ന ഒരാളാണ്, എല്ലാം പഠിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു സാധനമില്ല. വസുപഞ്ചകം എന്ന വാക്കിൻ്റെ അർത്ഥം വസുക്കൾ ദേവതകളായ അവിട്ടം നക്ഷത്രം മുതൽ 5 നക്ഷത്രം, അതാണ് വസു പഞ്ചകം. എന്നാൽ നമ്മൾ കേൾക്കുമ്പോൾ വസുപഞ്ചകത്തിൽ മരിച്ച 5 പേര് മരിക്കും, 2 ഇഞ്ചാ ഉണ്ട്, അപ്പോൾ കറക്റ്റാ എന്നേ ചിന്തിക്കുള്ളൂ. നമ്മൾ അങ്ങനെയേ ചിന്തിക്കുള്ളൂ. 2 ഇഞ്ചാ ഉണ്ട്, അതുകൊണ്ട് ഓക്കെ എന്ന് ചിന്തിക്കും. ഇത് നമ്മുടെ പ്രശ്നമാണ്, നമ്മൾ പഠിക്കാൻ ശ്രമിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അതല്ല ശരി. അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുന്ന ആചാര്യൻ്റെ പ്രശ്നമാണ്. ഹരീനെ ഞാൻ കുറച്ച് നാളായിട്ട് അറിയുന്നതാണ്, പരിചയമുള്ളതാണ്. ഹരിയുടെ പ്രോഗ്രാംസ് എല്ലാം ഞാൻ ഫോളോ വെച്ചാൽ ഒരുപാട് കീനായിട്ട് ഫോളോ ചെയ്യുന്ന ആളല്ല, എന്നാലും അറിയാം. ഞാൻ ക്രിസ്ത്യൻ ആചാരത്തിൽ വളർന്നു എന്ന് വെച്ചാലും എനിക്ക് തോന്നുന്നു എൻ്റെ ആ കാലഘട്ടത്തിൽ ഒരു നോർമൽ ഒരു ക്രിസ്ത്യൻ ലൈഫിൽ വളർന്നു വന്ന ആളുകളെക്കാളും കൂടുതൽ ഹൈന്ദവ പുരാണ കഥാപാത്രങ്ങളെക്കുറിച്ചും അവരെല്ലാം എനിക്ക് ഒരല്പം അറിയാമെന്നുള്ള ഒരു അറിവുണ്ട്. ഓക്കെ, ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണത എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ഈ കഥാപാത്രങ്ങളെക്കുറിച്ചും ഈ കഥകളെക്കുറിച്ചും എല്ലാം ഇപ്പം നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗവും കൂടിയാണത്. അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതൊരു നന്മയുടെ ഭാഗം കൂടിയാണ്. ഇത് അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ശരിക്കും ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും രണ്ടാണ്. പുരാണമിത്യേനവ സാധു സർവം എന്നൊരു പദ്യമുണ്ട്. അതായത് പുരാണത്തിൽ പറയുന്നതെല്ലാം നിങ്ങൾ അങ്ങ് സത്യമാണെന്ന് വിചാരിക്കരുത്, അതിലെ ആശയമാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മഹാഭാരതത്തിൽ യുദ്ധസമയത്ത് ബാർബറിക് എന്നൊരു കഥാപാത്രത്തെ പറ്റി പറയുന്നുണ്ട്. പലരും കേട്ടിട്ട് ഉള്ള കഥാപാത്രമല്ല. ഭീമസേനന്റെ മകന്റെ മകനാണ് ഈ ബാർബറിക്. ഘടോൽക്കജന്റെ മകനാണ് ബാർബറിക്. യുദ്ധത്തിൽ ഭീമസേനെ പരാജയപ്പെടുത്തി കഴിയുമ്പോഴാണ് അറിയുന്നത് തൻ്റെ മുത്തച്ഛനെയാണ് താൻ പരാജയപ്പെടുത്തിയത്. അതായത് ബാർബറിക്കിനെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു യോദ്ധാവാണ്, കഴിവുള്ള ആളാണ്. ഇത് മനസ്സിലാക്കിയ കൃഷ്ണൻ ബാർബറിക്കിനെ കൂടെ നിർത്തണം എന്ന് ആദ്യം ഒന്ന് ആഗ്രഹിച്ചു. ആ പാണ്ഡവരെല്ലാം ആഗ്രഹിച്ചു ബാർബറിക്കിനെ കൂടെ നിർത്തണമെന്ന്. അപ്പോൾ ബാർബറിക്കിൻ്റെ അമ്മ ഘടോൽക്കജന്റെ ഭാര്യ ബാർബറിക്കിനോട് ചോദിച്ചു, മോനെ നീ ഈ പാണ്ഡവ കൗരവ യുദ്ധത്തിൽ നീ ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ബാർബറിക്ക് പറഞ്ഞു, ഞാൻ ദുർബലരായിട്ടുള്ള ആളുകളുടെ ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മറുപടി മനസ്സിലാക്കിയ കൃഷ്ണൻ, ഞാൻ ചില ബുദ്ധികളൂടെ പറയുന്നത്, ഈ ഭാഗവതം നമുക്ക് തരുന്ന ചില ബുദ്ധിപരമായ നീക്കങ്ങളും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമായിട്ടുള്ള ചില ബുദ്ധി നീക്കങ്ങളാണ്. ഞാൻ ദുർബലരായിട്ടുള്ള ആളുകളുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ കൃഷ്ണൻ ഇത് അറിഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനെ നമ്മുടെ കൂടെ നിർത്തണ്ട. കാരണം എന്താണ്? അപ്പോൾ നമ്മളെല്ലാം ചിന്തിക്കുക അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന്. അതായത് ഇവൻ പാണ്ഡവപക്ഷത്ത് വന്നിട്ട് യുദ്ധം ചെയ്യുമ്പോൾ, അപ്പോൾ അവൻ അയാൾ പാണ്ഡവപക്ഷത്ത് അദ്ദേഹം ഇല്ലെങ്കിലും പാണ്ഡവപക്ഷത്തുണ്ടെങ്കിലും യുദ്ധം ചെയ്യുമ്പോൾ സ്വാഭാവികമായി കൗരവർ ദുർബലരാകും. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും? അവരുടെ പക്ഷത്തേക്ക് പോകും. കാരണം അവൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കെന്താണ്? ആരാണോ ദുർബലർ ഞാൻ അവരോടൊപ്പമായിരിക്കും യുദ്ധം ചെയ്യുക, അവരോടൊപ്പമായിരിക്കും നിൽക്കുക. അപ്പോൾ കൗരവരും പാണ്ഡവരും ഏറ്റുമുട്ടുമ്പോൾ കൗരവർ ബലഹീനരാകുമ്പോൾ ദുർബലരാകുമ്പോൾ ഇവൻ കൗരവപക്ഷത്തേക്ക് പോയി പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യും. അതുകൊണ്ട് അവനെ നമ്മുടെ പക്ഷത്തേക്ക് എടുക്കണം. ഇത് ഒരു ശരിക്കും പറഞ്ഞ ഒരു യുദ്ധതന്ത്രവുമാണ്. ഇപ്പോൾ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു മാനേജ്മെൻറ്റ് സ്റ്റഡീസാണ്. ഒരു ലൈഫ് മാനേജ്മെൻ്റ് ഉണ്ട്, ബിസിനസ് മാനേജ്മെൻ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് അതിനകത്ത് പഠനങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ ഭക്തി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ സയൻസ് പഠിക്കില്ലെന്ന് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. സയൻസും പഠിക്കണം, ഭക്തിയും വേണം. അങ്ങനെ ഒരു തലമുറ ഉയർന്നു വരാൻ അതിടയായി തീരും. നമുക്ക് ഇത്രയും നേരം ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് കരുതുന്നു. ഇവരൊക്കെ വളരെ അറിയപ്പെടുന്ന തിരക്കുള്ള താരങ്ങളാണ്. വിഷു ദിവസം ഇവർക്ക് ഒരുപാട് പ്രോഗ്രാം ഉള്ളതാണ്. നമ്മളിവരെ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരുത്തിയത് നിങ്ങൾക്കറിയില്ല. പിന്നെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല പേയ്മെൻ്റ് ഒക്കെ മേടിച്ചിട്ട് മാത്രം പരിപാടിയിൽ പങ്കെടുക്കുന്നവരാണ്. പക്ഷേ ഞാൻ എൻ്റെ നാളിൽ പറഞ്ഞിരുന്നല്ലോ ഞാൻ ആർക്കും പൈസ കൊടുക്കരുത്. അതുകൊണ്ട് ഇവർക്ക് ഞാൻ പൈസ കൊടുക്കുന്നില്ല. പകരം ഇവർക്ക് ഞാൻ ഗിഫ്റ്റ്, ഞാനങ്ങനെ പറഞ്ഞു, മേടിക്കുന്നവർക്ക് ദോഷമാണ്, അതുകൊണ്ട് പൈസ തരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇവർക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാനാണ് തീരുമാനിക്കുന്നത്. അതായത് കാലുവേദന ഉള്ളവർക്ക് പല കാര്യങ്ങളുണ്ട്, തൈലമിടാം, പല കാര്യങ്ങളുണ്ട്. എന്നാൽ ചെരുപ്പിട്ടുകൊണ്ട് കാലുവേദന പരിഹരിക്കാം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പം നന്നായി നടക്കാനും
കാലുവേദനയ്ക്ക് പരിഹാരവുമായി ബിഗ് ബിയുടെ ഓർത്തോപീഡിക്സ് ചെരുപ്പുകളുണ്ട്. അത് മോളെ മോക്കൊക്കെ തരികയാണ്, പക്ഷെ മോക്കത് ഉപകാരപ്പെടത്തില്ല. അമ്മയ്ക്കോ അമ്മൂമ്മയ്ക്കോ കൊടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോ ആ ചെരുപ്പുകൾ ഇതാ. അപ്പൊ ഈ വർഷം നല്ലവണ്ണം നടക്കാൻ സാധിക്കട്ടെ. നല്ലവണ്ണം നടക്കാന്ന് വെച്ചാൽ നല്ലതുപോലെ കാലിന്റെ മാത്രമല്ല, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് ബിഗ് ബിയുടെ ചെരുപ്പുകൾ തന്നെയാണ് കൊടുക്കുന്നത്. പിടിച്ചാട്ടെ. അപ്പൊ എല്ലാ പ്രാർത്ഥനകളും നല്ലതുപോലെ നടക്കട്ടെ. ശരി, നിങ്ങൾക്ക് ഇപ്പം സമ്മാനം വേണ്ടല്ലോ. നിങ്ങൾക്ക് സ്നേഹം മാത്രം മതി, പോരാ സമ്മാനമുണ്ട്, പേടിക്കണ്ട. അതായത് കുഞ്ഞുടുപ്പുകൾ, കുട്ടികളുടെ ഉടുപ്പുകളുടെ നമ്പർ 1 ബ്രാൻഡ് മക്കിറ്റോസ് നൽകുന്ന സമ്മാനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മക്കിറ്റോസ് കുഞ്ഞുങ്ങളുടെ നല്ല ബ്രാൻഡാണ്. അപ്പോൾ ഈ ബ്രാൻഡ് കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തേ. ഓക്കെ, ശരി. അപ്പോൾ എല്ലാ പ്രാർത്ഥനകളും. ഓക്കെ, ശരി. താങ്ക് യു. ശരിക്കും ഇവരെ കാണുമ്പോൾ ഇവർ രണ്ടുപേരും നല്ലോണം ഡയറ്റ് നോക്കുന്ന ആളുകളാണ്. അതാണ് അവരുടെ ആ ഒരു ശരീരം അവർ മെയിൻറ്റെയിൻ ചെയ്ത രീതി. അതുകൊണ്ട് നിങ്ങൾക്ക് വാൾസ്റ്റാൾ കൺസ്യൂമേഴ്സ് ഒറിയാനോ എ കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ എ ന്യൂട്രീഷൻ മോർണിംഗ്. അപ്പം നിങ്ങളുടെ പകലുകൾ ഇനി ആരോഗ്യപരമായ പകലുകളായി മാറട്ടെ. അതുകൊണ്ട് ഹെൽത്തി സാധനങ്ങളാണ്. ഞാൻ ഭയങ്കര ജിമ്മിലൊക്കെ പോകുന്ന ആളാണ്, കണ്ടില്ല? ഞാനോ? എല്ലാ പ്രാർത്ഥനകളും. അപ്പോൾ ഇനി കൂടുതൽ സൗന്ദര്യം വർദ്ധിക്കട്ടെ. ഞങ്ങൾ തമ്മിൽ പഴയ വർഷങ്ങളായി അടുപ്പമുള്ള ആളുകളാണ്. ഒന്നും ഇന്നും എല്ലാം ഒരേപോലെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ പ്രാർത്ഥനകളും. അപ്പോൾ നിങ്ങൾക്കെല്ലാം സമ്മാനം കിട്ടിയതുപോലെ ഇനി ഈ വിഷു വർഷം ഇങ്ങനെ എല്ലാ ദിവസങ്ങളിലും സമ്മാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, പക്ഷെ നമുക്കൊക്കെ ഇങ്ങനെ ഒരു സമ്മാനം തന്നതിന്റെ പേരിൽ നമുക്കൊന്ന് കൊടുക്കാലോ. ആചാരം കേട്ടോ, അതൊരു ആചാരം. എനിക്കെന്താണ് ജ്യോതിഷാചാരം. അതായത് ന്യൂട്രീഷൻ ഫോർ ഹെൽത്തി ജനറേഷൻ മെഗാവിറ്റ. മെഗാവിറ്റ അതിന്റെ സംഭവങ്ങളൊക്കെ എന്താണ്? ഇതൊരു അപ്പൊ ഞാൻ ഈ വർഷം വളരെ സ്ലിം ആയി, അതെ അതെ, ഹെൽത്തി ആയി, കൂടുതൽ സുന്ദരനായി, സ്ലിം ആയി മാറാൻ ഇത് ഉപകരിക്കട്ടെ. ഇതിനേക്കാളൊക്കെ ഉപരി ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ. ശരി, താങ്ക് യു. അപ്പൊ ഒത്തിരി സന്തോഷം. അപ്പൊ എല്ലാവരോടും ഹാപ്പി വിഷു. എല്ലാവരും വിഷുഫലം കേട്ടിട്ടുണ്ട് എന്ന് കരുതുന്നു. അതുമാത്രമല്ല, നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള സീരിയൽ താരങ്ങളുമായി അവരുടെ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടികളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിഷുഫലം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ദശാപഹാര ചിത്രങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ശ്രദ്ധയോടുകൂടി എല്ലാവരും ജീവിക്കുക. എല്ലാ സൂര്യ TV പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.